ബിഗ് ബോസ് മലയാളം സീസൺ 6 9-ാം ആഴ്ചയിലേക്ക് കടന്നു. 15 മത്സരാർത്ഥികളാണ് ഇപ്പോൾ ഹൗസിൽ കപ്പിനായി മത്സരിക്കുന്നത്. ഹൗസിൽ ഈ ആഴ്ചയിലെ ഹൈലൈറ്റ് ബി ഹോട്ടൽ ടാസ്ക് ആണ്. സീസൺ 5-ലുണ്ടായിരുന്നതുപോലെ പുറത്തുനിന്നും ഗസ്റ്റ് എത്തുന്ന ഒരു ടാസ്ക് കൂടിയാണിത്. ബി ടാസ്കിന്റെ ഭാഗമായി പുറത്തുനിന്നും ഹൗസിലേക്ക് എത്തിയ ഗസ്റ്റ് സീസൺ 1-ലെ വിജയി സാബുമോനാണ്. സാബുവിനെ കൂടാതെ വേറെയും ഗസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഹൗസിൽ എത്തിയേക്കും. ഹോട്ടൽ ടാസ്കിന്റെ 1-ാം ദിവസം കഴിഞ്ഞുവെങ്കിലും മറ്റുള്ള സീസണുകളിൽ നടന്നതുപോലെ എന്റർടൈൻമെന്റ് സമ്മാനിക്കാൻ ഈ സീസണിലെ മത്സരാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഹൗസിൽ ഇപ്പോഴുള്ള 15 മത്സരാർത്ഥികളിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ളതും കണ്ടന്റ് തരുന്നതുമായ 2 മത്സരാർത്ഥികളാണ് ജാസ്മിൻ ജാഫറും നോറയും. തുടക്കത്തിൽ സുഹൃത്തുക്കളായിരുന്ന ഇവരിപ്പോൾ ബദ്ധശത്രുക്കളാണ്. പരസ്പരം പാരപണിയാനും പണികൾ കൊടുക്കാനും ലഭിക്കുന്ന ഒരു അവസരങ്ങളും രണ്ടുപേരും പാഴാക്കാറില്ല. ഗബ്രി പുറത്തായ ശേഷം കൂട്ടില്ലാത്ത അവസ്ഥയിലാണ് ജാസ്മിൻ ഇപ്പോൾ റസ്മിനോടാണ് ജാസ്മിൻ കൂടുതലായി മനസ്സ് തുറക്കാറുള്ളത്. ഗബ്രി സീക്രട്ട് റൂമിലാണെന്നും വൈകാതെ ഹൗസിലേക്ക് വരുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ജാസ്മിൻ. വഴക്ക് കൂടുമ്പോൾ പലപ്പോഴും ജിൻഡോയോട് ജാസ്മിൻ ഇത് പറയാറുമുണ്ട്. ഇപ്പോഴിതാ നോറയും ജാസ്മിൻ തമ്മിൽ നടന്ന വഴക്കാണ് വൈറലാവുന്നത്. കിച്ചൺ ഡ്യൂട്ടിയുള്ള ജാസ്മിൻ ഭക്ഷണം തയ്യാറാക്കാതെ ഗാർഡൻ ഏരിയയിലിരുന്ന് റസ്മിനുമായി സംസാരിക്കുമ്പോൾ പവർ റൂം അംഗമായ നോറ അവിടേക്ക് എത്തിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പവർ റൂമിലെ മറ്റൊരു അംഗമായ റസ്മിനോട് ഭക്ഷണം തയ്യാറാക്കാൻ ജാസ്മിനെ പറഞ്ഞയക്കാൻ നോറ ആവശ്യപ്പെട്ടു. അതിഷ്ടപ്പെടാതിരുന്ന ജാസ്മിൻ നോറയെ പോടി എന്ന് വിളിച്ച ശേഷം ജോലി ചെയ്യാനായി കിച്ചണിലേക്ക് പോയി. ജാസ്മിൻ പരിഹസിച്ചപ്പോഴും റസ്മിൻ നോക്കി നിന്നത് നോറയെ ചൊടിപ്പിച്ചു. അതോടെ ഇരുവരും തമ്മിൽ തർക്കമായി. നീ എല്ലാ തോന്നിവാസത്തിനും കൂട്ടുനിൽക്കുകയാണല്ലോ, ഇപ്പോൾ എനിക്ക് നിന്നോട് അറപ്പും വെറുപ്പും തോന്നി തുടങ്ങിയിട്ടുണ്ട്. ജാസ്മിൻ എന്നെ പോടി എടി എന്നൊക്കെ വിളിക്കുന്നത് വലിയ ക്രെഡിറ്റായിട്ടാണോ നിനക്ക് തോന്നുന്നത്? നിന്റെ ഫ്രണ്ടല്ലേ അവൾ, നീ നന്നാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അവൾ എപ്പോഴും എടി എന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നത്. അവൾ എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ അവൾക്ക് എക്സ്ട്രാ ജോലി കൊടുത്തതല്ല. ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ ഡ്യൂട്ടി ചെയ്യാൻ പോകാതെ അവൾ അവിടെ തന്നെ ഇരുന്നത്. ഞാൻ മനസ്സിൽ തട്ടി പറയുകയാണ്, നീ ചെയ്തതിന് നീ അനുഭവിക്കും. എൻ്റെ അടുത്ത് നീ ഇനി സംസാരിക്കാൻ വരരുതെന്നാണ് റസ്മിനോട് രോഷാകുലയായി നോറ പറഞ്ഞത്. എന്നാൽ ഒന്നിനോടും റസ്മിൻ പ്രതികരിച്ചില്ല. പിന്നീട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജാസ്മിൻ എത്തിയപ്പോൾ താൻ ഇപ്പോൾ ഫ്രീ അല്ലെന്നാണ് റസ്മിൻ നൽകിയ മറുപടി. റസ്മിനുമായി കയർത്ത ശേഷം ഏറെ നേരം നോറ പൊട്ടിക്കരഞ്ഞു. പിന്നീട് അൻസീബ എത്തിയാണ് നോറയെ ആശ്വസിപ്പിച്ചത്. ഹൗസിൽ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് നോറയും റസ്മിനും. കോമണർ മത്സരാർത്ഥിയായ റസ്മിനിൽ തുടക്കത്തിൽ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ജാസ്മിൻ ഗബ്രി കോംബോയുടെ കയ്യാളായി മാറിയതോടെ റസ്മിനുള്ള പ്രേക്ഷക പിന്തുണ കുറയുകയായിരുന്നു. സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ കരങ്ങിട്ടുള്ള ഒരു മത്സരാർത്ഥി നോറയാണ്. കരച്ചിൽ നോറ എന്നാണ് പ്രേക്ഷകർ താരത്തെ വിളിക്കുന്നത്.